Praise the Lord. Praise the Lord. നമുക്ക് വീണ്ടും ഒന്നിച്ചായിരിക്കാനായിട്ട് ദൈവം കൃപയായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I thank God for the grace given to me that we are able to be together. ചർച്ച് എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചില ആശയങ്ങളുണ്ട്. When we think about church, there are some ideas that come into our mind. ഈ ക്രിസ്തീയ സമൂഹങ്ങളിലാണെങ്കിൽ പോലും സഭ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ഒരു ആശയമുണ്ട്. Even in the Christian denominational background also, when we say church, there is something that enters their mind. കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള ഓപ്പ് തലയായിരിക്കുന്ന അതിന് താഴെ പുരോഹിതന്മാരും സാധാരണക്കാരൊക്കെ അടങ്ങുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കാറുള്ളത്. When we say about the Catholic Church, the idea that comes to the mind is about the global Catholic Church, which is spread around the world, and as the Pope being the head and other priests under him, and under the priest there are the normal people, common people which gather together. That is what which come to our mind. നമ്മള് CSE സഭകള്, പെന്തക്കോസ്ത് സഭ, ബ്രദറൻ സഭ, ഇങ്ങനെ ഒത്തിരി സഭകളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ആശയങ്ങളുണ്ട്. And we know about the Pentecostal church, the Brethren church. When we say about them, there are a lot of ideas that comes to our mind. എന്നാൽ ദൈവത്തിൽ പറയുന്ന സഭയോടുള്ള ബന്ധത്തിൽ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. But according to the Bible, when we say the church, we read in the book of Romans chapter 12 verse 4 and 5 like this. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നുള്ളതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. Romans chapter 12 verse 4 and 5. For just as we have many members in one body and all the members do not have the same function, so we who are many are one body in Christ and individually members of one another. എഫേസ്യർ 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ, The book of Ephesians chapter 1 verse 29, 22-23 വാക്യങ്ങളില് 22 and 23, സർവ്വം അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. and he put all things in subjection under his feet and gave him as head over all things to the church, which is his body, the fullness of him who fills all in all. ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവനെ സർവ്വം അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനു മീതെ തലയാക്കി. Here what is mentioned about Jesus is that he has put all things in subjection under his feet and gave him, that is Jesus, as head over all things to the church. സഭയും കർത്താവുമായുള്ള ബന്ധത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ക്രിസ്തു തലയും നാം അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളുമാണെന്ന്. The relationship between Jesus and the church, what the word of God teaches is that Jesus is the head and we the members are his body. ഒരാൾ വീണ്ടും ജനിക്കുമ്പം ഈ തലയുമായുള്ള ഒരു ബന്ധത്തിലേക്കാണ് കടന്നു വരുന്നത്. When a person is born again, he comes into a living relationship with this head. 1 യോഹന്നാൻ 1-ാം അധ്യായത്തില്, Where is that? 1 യോഹന്നാൻ 1 John chapter 1, അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, verse 3 onwards. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകണം നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. What we have seen and heard, we proclaim to you also, so that you too may have fellowship with us, and indeed our fellowship is with the Father and with the Son, Jesus Christ. ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ പിതാവിനോടും പുത്രനോടുമുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് വരുന്നത്. When a person is born again, he comes to a fellowship with Father and Son. അതുപോലെ വീണ്ടും ജനിക്കപ്പെട്ടവർ ഒന്നിച്ചു കൂടുമ്പം പ്രാഥമികമായിട്ട് അവരെല്ലാം തലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്.
And those people who are all saved, when they gather together, initially they have a direct relationship with the head. അങ്ങനെ തലയുമായുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമേ പരസ്പരമുള്ള ഒരു ബന്ധം ആരംഭിക്കത്തുള്ളൂ. Only from that relationship which individually they have with the head will they have relationship with one another. യോഹന്നാനിന്റെ 4-ാം അധ്യായത്തില് 7-8 വാക്യങ്ങൾ, 1 John chapter 4 verse 7 and 8. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. ദൈവം സ്നേഹത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കും, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. For love is from God, and everyone who loves is born of God and knows God. The one who does not love does not know God, for God is love. വീണ്ടും ജനിക്കുന്ന ഒരാളുടെ ഹൃദയങ്ങളില് പ്രാഥമികമായിട്ട് ദൈവം നൽകുന്ന ഒരു കാര്യം സ്നേഹമാണ്. Foremost thing which God gives in his heart is love. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. We read that in the book of Romans chapter 5 3-ാമത്തെ വാക്യം verse 3. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നേ, We read like this. 5-ാം വാക്യത്തിലാണ്. Sorry, verse 5. പങ്കുവെക്കുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. And hope does not disappoint, because the love of God has been poured out within our hearts through the Holy Spirit who was given to us. നമ്മൾ ദൈവത്തെ കുറിച്ച് വായിക്കുന്ന ദൈവ സ്നേഹമാണെന്ന്. What we read about God is that God is love. നമുക്കറിയാം, ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. We know that God exists as in 3 forms, but in one person, that is Father, Son, and Holy Spirit. ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തി വേണം. When we say that God is love, we know that if we need to love, there should be definitely a second person involved there. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ നിത്യത മുതൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, സ്നേഹത്തിന്റെ കൂട്ടായ്മ. There is a fellowship right from the beginning of eternity, fellowship between Father, Son, and Holy Spirit. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവർക്കുള്ളൊരു പ്രത്യേകത അവരുടെ ഉള്ളിൽ ഈ സ്നേഹം ഉണ്ടാകുന്നുള്ളതാണ്. The speciality of those people who are born of God is that love will be there in their heart. ഒരിക്കൽ നമ്മുടെ കൂത്തുപറമ്പിലുള്ള മോഹൻ ബ്രദർ തന്റെ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞൊരു സാക്ഷി ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. Once I remember like this, that once a Mohan brother from Kuthuparamba, he was explaining an experience regarding born again. പുള്ളിയൊരു വീഴ്ചയില് അരയ്ക്ക് താഴെ തളർന്ന് എല്ലാവരും കൈവിടപ്പെട്ട് നിരാശനായി ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു ബൈബിൾ വായിക്കാൻ വേണ്ടി കൊണ്ടുകൊടുത്തു. Brother, after he had a fall and he was paralyzed from the hip downwards and he was lying in bed, one person brought a Bible and gave to brother to read it. ആ സഹോദരൻ പറഞ്ഞത് ക്രിസ്ത്യാനി എന്ന് കേൾക്കുന്നത് പുള്ളിക്ക് വെറുപ്പായിരുന്നു. That brother was telling like this, that he hated when he heard the term Christian. കാരണം താൻ താമസിച്ചിരുന്ന ചുറ്റുപാടുകളിലൊക്കെ കൂടുതലും കാത്തോലിക്ക വിശ്വാസികളാണ് ഉണ്ടായിരുന്നത്. Because in the area which brother lived, surrounding his area, there are many Catholic believers who lived. മദ്യപിക്കുകയും വഴക്കു പിടിക്കുകയും കത്തിക്കുത്തുണ്ടാക്കുകയും അടുത്തയാളുടെ പറമ്പ് കയ്യേറി അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിന്റെ മധ്യത്തിലാണ് പുള്ളി ജീവിച്ചിരുന്നത്. And brother was living in the midst of these Catholic people who fought with each other, who drunk and who were
encroaching or taking over the property of their neighbor. And in midst of such people, brother was living. പുള്ളിക്ക് ബൈബിള് കിട്ടിയപ്പം പുള്ളി വായിക്കാൻ ശ്രമിച്ചത് ഇത് തെറ്റാണെന്ന് തെളിയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു. And this brother started reading the word of God in order to prove that Christianity was wrong. പുള്ളി തളർന്നു കിടക്കുകയായിരുന്നുകൊണ്ട് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. Because he was paralyzed and lying on the bed, he had nothing else to do. ഒരു ദിവസം പുള്ളി യോഹന്നാന്റെ സുവിശേഷം വായിച്ചുകൊണ്ടിരുന്നപ്പോ One day, while brother was reading the Gospel of John, പുള്ളിക്കൊരു വീണ്ടും ജനനത്തിന്റെ അനുഭവം ഉണ്ടായി. brother experienced this born again experience. സഹോദരൻ പറഞ്ഞൊരു കാര്യം, ഒരു രാത്രി മുഴുവൻ തന്റെ പാവങ്ങളെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് താൻ കരഞ്ഞും നിലവിളിച്ചും ചെലവഴിച്ചു. And brother was telling like that after that experience that day, that full night brother was weeping and crying, thinking about the sins which he had committed. പുള്ളിയുടെ ഉള്ളില് പുള്ളി സന്തോഷത്താൽ നിറയപ്പെട്ടു. എല്ലാ പരാതിയും പരിഭവമൊക്കെ പോയി പുള്ളി സന്തോഷവാനായി തീർന്നു. And in his heart, brother was filled with joy, and there were no more complaints or demands. Nothing was there. Everything was gone from his heart. ഇന്ന് രാവിലെ അടുത്ത വീട്ടിലൊരു കുട്ടി ഈ ബ്രദറിന് കുറച്ച് പാല് കൊണ്ട് കൊടുക്കാനായിട്ട് ചെല്ലുമായിരുന്നു. And there was a child in the neighborhood who used to bring milk to brother every day. അതുപോലെ കുഞ്ഞു വന്നപ്പം ആ കുഞ്ഞിനോട് ബ്രദർ പറഞ്ഞ കാര്യം, മോനെ യേശു നിന്നെ സ്നേഹിക്കുന്നു. And naturally, the next day also, this boy brought the milk, and brother told to this kid, son, Jesus loves you. ആ സഹോദരൻ പറഞ്ഞൊരു കാര്യം, എന്റെ ഹൃദയം മുഴുവൻ സ്നേഹിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നിറഞ്ഞിരുന്നു. And that brother was telling that my heart was full of love and I wanted to love people. ആ സഹോദരൻ പറഞ്ഞു, ഇങ്ങനെയാണ് മരത്തെയും മൃഗങ്ങളെയും മനുഷ്യനെയും എല്ലാം എനിക്ക് സ്നേഹിക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നു. And that brother was telling like this, he wanted to love everybody, the trees, the animals, the people, everyone. He had this feeling of love towards everything. വീണ്ടും ജനനത്തിൽ പ്രാഥമികമായിട്ട് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഈ സ്നേഹത്തിന്റെ ഒരു നിറവാണ്. The initial thing which happens to us when we are born again is that our hearts will be filled with love. അങ്ങനെ ഒരാൾ ചർച്ചിലേക്ക് വരുമ്പം പുള്ളിയുടെ ഹൃദയം മുഴുവൻ എല്ലാരെയും സ്നേഹിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കും. And when such a person comes to the church, his heart will be yearning to love all the members of the body of Christ. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും ആ കുഞ്ഞിനോട് സ്നേഹമായിരിക്കും. We know that when a child is born in a family, all the people of that family, they all love him so much. എന്ന് പറഞ്ഞതുപോലെ സഭയില് യഥാർത്ഥത്തിൽ ഈ സ്നേഹത്തിന്റെ ഒരു നിറവാണ് ഉണ്ടായിരിക്കേണ്ടത്. In the same way, what has to be in a church is this kind of fullness of love. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതിനാൽ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. Jesus told like this, that the world will know that you are my disciples by the love which you have for one another. അവിടെ സ്നേഹിക്കുക എന്ന് പറയുമ്പം നമുക്കറിയാം, പ്രാഥമികമായിട്ട് സ്നേഹത്തിന്റെ ലക്ഷണം 1 Corinthians 13 പറഞ്ഞിരിക്കുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. We know that when we say about love, the first thing which we read in 1 Corinthians chapter 13 verse 1 is that the love is long suffering. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ക്ഷമിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും. Because the love of God is filled in our heart, we will be people who are always ready to forgive. നമുക്കറിയാം, ആദാമ്യ
സന്തതിയുടെ ഉള്ളിൽ നിന്ന് സ്നേഹമല്ല പുറത്തേക്ക് വരുന്നത്. We know a person who is from the Adamic race, never love will come out initially. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എല്ലാം അന്യോന്യം സ്നേഹിക്കുന്നെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God says that the one who is born of God loves one another. ഈ സ്നേഹം ഹൃദയങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കർത്താവ് ഒരു ചർച്ചയായിട്ടും ഒരു സ്ഥലത്തൊരു കൂട്ടത്തെ പണിയുമ്പോൾ മുന്നേ നിൽക്കുന്ന കാര്യം ഈ സ്നേഹമായിരിക്കും. So when the Lord is building a group of people as a church in a locality, the first thing which will be what the Lord is looking after will be the love, or the love will be projected above everything. അപ്പൊ നമ്മളെ തന്നെ ചോദന ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ്. So what we have to evaluate ourselves is that whether this kind of God's love is there in us or not. 1 Corinthians 13 അവസാന വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇതിൽ വലുതോ സ്നേഹം തന്നെ. 1 Corinthians chapter 13 verse 13, the last word we read like this: but now faith, hope, love abide, these three, but the greatest of these is love. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ, That is why in Ephesians chapter 3, അവിടെ നമ്മൾ അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്റെ മഹത്വത്തിന്റെ തലത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തു സ്നേഹത്തെ അറിയാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. Ephesians chapter 3 verse 16 to 19, that he would grant you according to the riches of his glory to be strengthened with power through his spirit in the inner man, so that Christ may dwell in your hearts through faith, and that you, being rooted and grounded in love, may be able to comprehend with all the saints what is the breadth and length and height and depth, and to know the love of Christ which surpasses knowledge, that you may be filled up to all the fullness of God. സ്നേഹത്തിന്റെ ഒരു നിറവിനെ കുറിച്ചാണ് പറയുന്നത്. Here it's mentioned about a fullness of love. നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തലയുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് വരുന്നു. അതിനെ തുടർന്ന് when we are born again, we come into a living relationship with the head. അതിനെ തുടർന്ന് നമ്മൾ യോഹന്നാനിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും അല്ല ദൈവത്തെ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. And for following that living relationship from God, then it says that the one who caused him to be born again will have love for one another. പ്രാഥമിക ലക്ഷണം എന്ന് പറയുന്നത് വീണ്ടും ജനിച്ച ഒരാളുടെ ഉള്ളിൽ സ്നേഹിക്കാനുള്ള ഒരു വലിയ തള്ളല് ഉണ്ടായിരിക്കും. So the one mark which is very evident in a person who is genuinely born again is that there will be a great pull or force in his heart to love other people. ഒരു കർത്താവ് തലയുമായുള്ള ബന്ധമുള്ള ആ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രാഥമിക ലക്ഷണം ഈ സ്നേഹമായിരിക്കും. So this will be the distinguishing mark of all the members who's having a living relationship with the head, Jesus Christ, that they will have love in their heart. Hello? ഇവരെയൊക്കെ സ്നേഹിക്കാനുള്ള ഒരു ആഗ്രഹമായിരിക്കും. There will be a desire in their heart to love other people. 1 Corinthians 12-ാം അധ്യായത്തിലെ 1 Corinthians chapter 12, ഇതിന്റെ 11 മുതലുള്ള 12 മുതലുള്ള വാക്യങ്ങള് verse 12 onwards. ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കും, എല്ലാം ഒരു ശരീരമായിരിക്കുന്ന പോലെയാകുന്നു ക്രിസ്തു.
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരാത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. Verse 12 and 13, for even as the body is one and yet has many members, and all the members of the body, though they are many, are one body, so also is Christ. For by one Spirit we were all baptized into one body, whether Jews or Greeks, whether slaves or free, and we were all made to drink of one Spirit. ഈ ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിൽ നമുക്കറിയാം ഒരു നല്ല സ്നേഹബന്ധമുണ്ട്. We know that there is a great loving relationship between the members of the body. നമ്മുടെ ശരീരത്തെ നമ്മൾ ശോധന ചെയ്യുകയാണെങ്കിൽ ഒരു കാലിനൊരു മുറിവ് പറ്റിയാല് ശരീരത്തിലെ ഒരു ഭാഗങ്ങളും കാലിനെ കുറ്റപ്പെടുത്തത്തില്ല. If we evaluate our own physical body, we can see like that if our leg is hurt, no members will criticize leg. അത് മാത്രമല്ല എല്ലാ അവയവങ്ങളും ആ കാലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. Not only that, all the other members will try to protect that part of the leg. ഇവിടെ നമ്മൾ 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് വായിക്കുന്നത് നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. Here it says that for by one Spirit we were all baptized in one body and we were made to drink from one Spirit. നമുക്കറിയാം നാം എല്ലാം ആദാമ്യ സന്തതി എന്നുള്ള നിലയിൽ നമ്മളെല്ലാം സ്വാർത്ഥരാണ്. We know being from the Adamic race, normally we are all selfish people. പക്ഷെ നമുക്കറിയാം കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക ആ സ്വർഗീയ മഹത്വം എല്ലാം നമുക്ക് നൽകാനായിട്ട് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മളെ പോലെ ഈ ഭൂമിയിൽ വരുന്ന ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്ത്. But we know the work that Lord Jesus did for us. In order to give all the heavenly riches to us, he forsook all that and came to earth just like us. നമ്മുടെയും അതേ ആത്മാവിനെ നമ്മൾ പാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ ത്യജിക്കാനും ഉപേക്ഷിക്കാനും സ്വയത്തിന് മരിക്കാനും നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. So when we drink of that type of same spirit as of Christ, we will be ready to sacrifice, forsake, or give up things for others. നമ്മുടെ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഈ ഒരു ദാഹം കൊണ്ടായിരിക്കും നമ്മൾ നിറയപ്പെട്ടിരിക്കുന്നത്. So when we are genuinely born again, this kind of thirst will be there in our spirit. ആ ശരീരത്തിലുള്ള അവയവങ്ങളോട് നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സ്നേഹബന്ധം ഉണ്ടാവും. There will be a love which is inexpressible towards other members of the body of Christ. ആ ഒരു തരത്തിലുള്ള ഒരു സ്നേഹബന്ധം ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉണ്ടായിരിക്കും. What I'm trying to say is that we will be always having a kind of love towards people who are really born again. ഈ ഒരു യാത്രയിൽ ഒരു പ്രത്യേകത നമ്മളെല്ലാം ശിശുക്കളെ പോലെയാ തുടങ്ങുന്നത്. So the specialty of this journey is that we all start as a small baby. ആ കുഞ്ഞിന്റെ ഉള്ളിൽ ഒരു ജീവൻ ഉണ്ടെങ്കിലും അതിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കത്തില്ല. And that child, even though that child is having life in him, but he doesn't have knowledge about anything. ഒരു കുടുംബത്തിൽ വളരുമ്പോഴാണ് ആ കുഞ്ഞ് അറിവ് പ്രാപിക്കുന്നത്. And the child, he or she gains knowledge as that child grows up in a family environment. ശരിയും തെറ്റും തമ്മിലും നന്മയും തിന്മയും തമ്മിലുള്ള അറിവ് ആ വീട്ടിൽ നിന്നാണ് ആ കുഞ്ഞിന് പകർന്നു കിട്ടുന്നത്. And it is from the home that this child gains understanding about good or bad, evil or good. Yeah. നമ്മളും കർത്താവിന്റെ സഭയിലേക്ക് വരുമ്പം നമുക്കുണ്ടാകേണ്ട പ്രാഥമികമായിട്ടൊരു മനോഭാവം സാഗ്ബ്രദർ എപ്പോഴും പറയാറുണ്ട്, ക്രിസ്തീയത്തിന്റെ രഹസ്യത്തെ കുറിച്ച് പറയാറുണ്ട്, ഹ്യൂമിലിറ്റി ഹ്യൂമിലിറ്റി ഹ്യൂമിലിറ്റി. So what we also should have when we come together in the church, as Zach brother always says, is that the distinguishing mark is humility, humility and humility. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Romans chapter 12 verse 3 we read like this.
ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുംവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളുടെ ഓരോരുത്തരോടും പറയുന്നു. For through the grace given to me, I say to everyone among you not to think more highly of himself than he ought to think, but to think so as to have sound judgment. കർത്താവ് മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിഞ്ഞ് ഒരു ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. Lord Jesus says in the Gospel of Matthew that if you do not turn around and become like little baby, you will not even enter the kingdom of heaven. നമ്മളൊരു കുഞ്ഞിനോട് ഏത് കാര്യം ചോദിച്ചാൽ അത് പറഞ്ഞ് എനിക്ക് അറിയത്തില്ലെന്നായിരിക്കും. If we ask anything to a small baby, what the reply we get is, I don't know. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സുബോധമാവണ്ണം ഭാവിക്കുമ്പോൾ നമ്മുടെ മറുപടി അങ്ങനെ തന്നെ ആയിരിക്കും. So when ഒന്നുകൂടെ പറയാ വേറെ, അങ്ങനെ തന്നെ നാമും ഇപ്പൊ നമ്മൾ വായിച്ചതുപോലെ ഭാവിക്കേണ്ട മീതെ ഭാവിച്ചു വരാതെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് സുബോധമാവണ്ണം ഭാവിക്കുമ്പം നമ്മളും പറയുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാന്നായിരിക്കും. So as we read in this verse, when we also only think, we don't think much highly about ourselves, but only think as to have sound judgment, then we also will say I don't know to many questions. പക്ഷെ നമ്മൾ ചർച്ചിൽ വരുമ്പം വീണ്ടും ജനിച്ചിട്ട് വരുമ്പോഴും നമ്മളിൽ തന്നെ ഒത്തിരി അറിവുള്ളവരായിട്ടാണ് വരുന്നത്, ശിശുവിനെ പോലെ അല്ല വരുന്നത്. Even after being born again and when we come to a church, we still don't come to the church as a baby, but we come with a lot of knowledge with us. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ വിലയിരുത്താനായിട്ട് ശ്രമിക്കും. And therefore many things which we hear in our mind, we try to judge all these things. അതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് താഴ്മയിൽ നിൽക്കാൻ കഴിയത്തില്ല. And the result of this is that we will not be able to remain in humility. കർത്താവ് മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമെന്ന്. Lord Jesus told, come to me those who are weary and heavy laden, and I will give you rest. Take my yoke upon you and learn from me, for I am gentle and humble in heart. നമ്മൾ താഴ്മയുള്ളവരാകുമ്പം നമ്മളൊരു ശിഷ്യന്റെ മനോഭാവം ഉള്ളവരായിരിക്കും. When we are people who are humble, we will be having the attitude of a disciple. എപ്പോഴും പഠിക്കാനുള്ള ഒരു ആഗ്രഹമായിരിക്കും ഹൃദയത്തിലുള്ളത്. We will always have a desire to learn more things. പ്രാഥമികമായിട്ട് നമ്മൾ ആത്മാവിൽ നിന്നാണ് പഠിക്കുന്നത്. Initially we learn from the Spirit. നമ്മൾ റോമർ 8:12 അതുകൊണ്ടാണ് വായിക്കുന്നത്. 8:14 നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ആത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്. 8:14. That is what we read in Romans chapter 8 verse 14. For all who are being led by the Spirit of God, these are the sons of God. നമുക്ക് രണ്ട് തരത്തിൽ നടക്കാം. We can walk in two ways. ആത്മാവിനാൽ നടത്തപ്പെടാം, സ്വയമായിട്ടും നടക്കാം. We can be led by the Spirit and we can be led by our own self. വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയമായി നടക്കുന്നവരായിരുന്നു. Before being born again, we were people who were being led by our own self. എഫേസ്യർ 2 നമ്മൾ വായിക്കുന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. And in Ephesians chapter 2 verse 3 we read like this, among them we too were formerly living in the lust of our mind, indulging in the lust of the flesh and the mind, and by nature were being the children of wrath. നമ്മൾ നേരിടുന്ന ഒരു വലിയ അപകടം വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മൾ പണ്ട് നടന്ന പോലെ നടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. The greatest danger which we face is that even after being born again, we still try to walk in our former way of life. അതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ ഒരു ശരീരമായിട്ട് നമുക്ക് തീരാൻ കഴിയത്തില്ല. And the result of that is that we can never be built together as a body. എബ്രായർ 4:12 മുതലുള്ള വാക്യങ്ങൾ ദൈവവചനം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. In Hebrews chapter 4 verse 12 onwards, we read the word of God which is doing a work in us.
അത് ചെയ്യുന്നൊരു കാര്യം ആത്മാവ്, പ്രാണൻ, ദേഹം, ഇതിന് മൂന്നിനെയും വേർതിരിച്ച് നമ്മളെ കാണിക്കുമെന്ന ഈ മൂന്നിൽ നിന്നും വരുന്ന കാര്യങ്ങളെ. And it says that the word of God will pierce and show us the difference between the soul and the spirit. അപ്പൊ ഇന്ന് പറയുമ്പോൾ നമ്മൾ ദൈവവചനത്തിന്റെ കേൾവിയുടെ മുമ്പിൽ താഴ്മയോടിരിക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് വരുന്നതും ആത്മാവിൽ നിന്ന് വരുന്നതും തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയത്തുള്ളൂ. So when we sit humbly listening to the word of God, to the voice of the Spirit, we can identify what is coming from our own self and what is coming from the Spirit. നമുക്കറിയാം നമ്മുടെ ആത്മാവും ജഡവും തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടത്തിലായിരിക്കുന്നത്. We know that there is a war between the flesh and the spirit, a constant war. ഒരു പ്രത്യേകത ഒരിക്കലും നമ്മൾ റോമർ 8:6 വായിക്കുന്നുണ്ട്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. We read in Romans chapter 8 verse 6, for the mind set on the flesh is death, but the mind set on the spirit is life and peace. 7-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. And verse 7 we read, the mind set on the flesh is enmity towards God. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷവും പൊതുവിൽ നമ്മളെ 3 തരത്തിൽ തിരിക്കുന്നുണ്ട്. And what we have to understand is that even after we are born again, we can be distinguished in 3 ways. ഒന്ന് ജഡീകൻ, പ്രാകൃതൻ, ആത്മീയൻ. One is a man of the flesh, carnal and spiritual. 1 കൊരിന്ത്യർ ലേഖനം 1 Corinthians 2-ാം അധ്യായം chapter 2. അവിടെ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ 13-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കും, 12 മുതലുള്ള വാക്യങ്ങൾ, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്ര പ്രാപിച്ചത്, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. 1 Corinthians chapter 2, 12 and 13. Now we have received not the spirit of the world, but the Spirit who is from God, so that we may know the things freely given to us by God, which things we also speak, not in words taught by human wisdom, but in those taught by the Spirit, combining spiritual thoughts with spiritual words. അടുത്ത വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 15-ാം വാക്യം അല്ല 14-ാം വാക്യം, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. But a natural man does not accept the things of the Spirit of God, for they are foolishness to him. അപ്പം ആത്മീയനെ കുറിച്ച് നമ്മൾ ഇവിടെ ചിന്തിച്ചു, അതുപോലെ പ്രാകൃതനെ കുറിച്ച് ചിന്തിച്ചു. 3-ന്റെ 1 പറയുന്ന ജഡീകനെ കുറിച്ചാണ്. So we thought about ആത്മീയരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ എത്ര സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. So we heard about spiritual man and a natural man in these 2 verses. Now in 1 Corinthians 3:1 we read like this, and I brethren could not speak to you as spiritual men, but as to men of flesh, as to infants in Christ. നമ്മൾ വീണ്ടും ജനിച്ചു വന്നതിന് ശേഷം ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. So after we are born again, we should be very clear about the differences of these 3 things. നമ്മള് ഈ ജഡീകാവസ്ഥയും പ്രാകൃതാവസ്ഥയും കടന്നിട്ടാണ് ആത്മീയത്തെ അവസ്ഥയിലേക്ക് വരുന്നത്. So we are crossing the state of natural man and this fleshly man, and we come to the state of being a spiritual man. എപ്പോഴും ആത്മീയ മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിന് അങ്ങനെ തന്നെ കീഴ്പ്പെടും. Always a spiritual man will surrender himself to the word of God as he receives it. എന്നാൽ ജഡീകനും പ്രാകൃതനും ദൈവവചനത്തിന് കീഴ്പ്പെടത്തില്ല. But a carnal man and a natural man, he will never submit to the word of God. അവർ സ്വാഭാവിക ചിന്തകളാലാണ് നയിക്കപ്പെടുന്നത്.
they are being led by normal, natural way of thinking. വചനം അവർക്ക് ഉൾക്കൊള്ളാൻ വിഷമമാണ്. It is very difficult for them to accept the word of God. എപ്പം നമ്മൾ ദൈവവചനത്തിന് കീഴടങ്ങാൻ തുടങ്ങുന്നു, അന്നേരമാണ് ഒരു ശരീരമായിട്ടുള്ള പണി നമ്മളിൽ ആരംഭിക്കുന്നത്. When we really start surrendering ourselves to the word of God, that is the time we are being built up as a body. നമ്മൾ ഒരിക്കലും അതിനെ വിശകലനം ചെയ്യാൻ പോകത്തില്ല. നമ്മൾ അതിനെ അനുസരിക്കും. We will never go to cross-examine the word of God, but we will believe it as it is. കർത്താവ് പഴയ നിയമകാലത്ത് അവർക്ക് ന്യായപ്രമാണം കൊടുത്തിട്ട് പറഞ്ഞൊരു കാര്യം, ഇതനുസരിച്ച് നടക്കുന്നതാണ് നിങ്ങളെ മറ്റുള്ള ജാതികളിൽ നിന്ന് വിശേഷതയുള്ളവരാക്കുന്നത്. And when the commandments and the laws and commandments were given to the children of Israel, it was told to them that this is what will distinguish you from the rest of the people of the world. ഒരു ശരീരമായിട്ടുള്ള പണി ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരിൽ മാത്രമേ നടക്കത്തുള്ളൂ. The work of being built together as a body of Christ will happen only in those people's life who are being led by the Spirit of God. അവരെപ്പോഴും ദൈവവചനത്തിന് ചോദ്യം ചെയ്യാണ്ട് കീഴടങ്ങിക്കൊണ്ടേയിരിക്കും. They will never question the word of God, but will keep on surrendering themselves to the word of God. നമുക്കറിയാം, നമ്മുടെ സ്വാഭാവിക ചിന്തകള് ആത്മാവിന്റെ ചിന്തയ്ക്ക് വിരുദ്ധമാണ്. We know that our normal thoughts or natural way of thinking is against the thoughts of the Spirit. അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം, നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ടല്ലോ, എന്നിൽ എതിർപ്പുണ്ടെന്നാലും നിൻ ഹിതത്തിൽ എൻ മോദം. So we should keep our will against it. As we sing in a song, there is opposition in me against it, but I will keep my will against it. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയം എപ്പോഴും ഇതിനെ എതിർക്കുമെങ്കിലും ഞാൻ മനഃപൂർവ്വം എന്റെ ഇച്ഛാശക്തിയിൽ ദൈവവചനത്തിന് കീഴടങ്ങിക്കൊണ്ടേയിരിക്കും. Even though my self life is always against or opposing to the word of God, by my will I will be against my own self. ഗലാത്യ ലേഖനത്തിൽ രണ്ട് കൂട്ടം മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. We see about two kinds of people in the book of Galatians. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ Galatians chapter 4 29 വാക്യങ്ങളിൽ verse 28 and 29. അവിടെ ഇങ്ങനെ വായിക്കും, നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. And you, brethren, like Isaac, are children of promise. But as at that time he who was born according to the flesh persecuted him who was born according to the Spirit, so it is now also. നമ്മുടെ ഉള്ളില് 1 പത്രോസ് 2:11 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. In 1 Peter chapter 2 verse 11 we read like this, beloved, I urge you as aliens and strangers to abstain from fleshly lust which is waging a war against the soul. നമ്മുടെ ഉള്ളില് നിരന്തരം ഈ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്, വീണ്ടും ജനിച്ച ഒരാളുടെ ഉള്ളിൽ. So a person who is genuinely born again, inside him there is a war which is waging continuously. ജഡം എപ്പോഴും ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു തലത്തിലേക്ക് നമ്മളെ നയിക്കാൻ ശ്രമിക്കും. ആത്മാവ് എപ്പോഴും ദൈവഹിതത്തിന് കീഴടങ്ങാൻ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. Our flesh, it will always try to take us away from surrendering to the word of God, and the Spirit will always take us towards surrendering to the word of God. ഏതളവിൽ നമ്മൾ ദൈവവചനത്തിനും ദൈവാത്മാവിനും കീഴടങ്ങുന്നോ, അങ്ങനെ കീഴടങ്ങുന്നവരെയാണ് കർത്താവ് ഒരു ശരീരമായിട്ട് പണിയുന്നത്. To what extent will we surrender ourselves to the word of God? The Lord will build his body, his church with those kind of people. അങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെടുകയും ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ദൈവത്തിന് കീഴ്പ്പെടുകയും ചെയ്യുന്ന സഭയിലുള്ള വ്യക്തികളെയാണ് ഒരു ശരീരമായിട്ട് ദൈവം കൂട്ടിച്ചേർത്ത് പണിയുന്നത്. And those people who are led by the Spirit, who listens to the Spirit and surrenders them
surrenders their life to the Spirit, those people the Lord will bring together and build together as his body, the church. ഒരു സഭയില് ഒരു 50 പേരുണ്ടെങ്കിൽ ഒരു സഭയായിട്ട് പണിയപ്പെടുന്നവർ ഒരു പക്ഷെ 5-6 പേരെ കാണത്തുള്ളൂ. If there are 50 members in a church, but actually there will be 5 or 6 people who are being genuinely being built as a body by the Lord. അതിന്റെ കാരണം അത്ര പേരെ പൂർണ്ണമായിട്ടും ആത്മാവിന് വിധേയപ്പെട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുള്ളൂ. Because only that few number of people surrender themselves completely to the Spirit, that is to the word of God. അങ്ങനെയുള്ളവർ തമ്മിൽ ഒരു ആത്മാവിലുള്ള കൂട്ടായ്മ ഉണ്ടാവും. And among those people there will be a relation in the Spirit. അങ്ങനെയുള്ളവർക്ക് ഒരു ബോഡിയുടെ എല്ലാ സെൻസുകളും ഉണ്ടാവും. And to those people, they will have all the senses exactly like we have in our human body. 1 Corinthians 12 നമ്മൾ വായിക്കുന്നു. 1 Corinthians chapter 12, we read like this. 26 വാക്യം, verse 26. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും സന്തോഷിക്കുന്നു. And if one member suffers, all the members suffers with it. If one member is honored, all the members rejoice with it. നമുക്കറിയാം കർത്താവ് തന്റെ 12 ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അവര് 3 പേരോടായിരുന്നു കർത്താവിന് അടുത്തൊരു കൂട്ടായ്മ ബന്ധം ഉണ്ടായിരുന്നത്. We know with respect to the church, that is the church which Jesus had, among the 12 disciples, the Lord was very much close with 3 people. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. Peter, James and John. ഏത് കർത്താവിന്റെ പല ഘട്ടങ്ങളിലും നമ്മൾ കാണുന്ന ഈ 3 പേരെയാണ് കർത്താവ് കൂട്ടിക്കൊണ്ട് പ്രധാന ശുശ്രൂഷകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. We always notice in the word of God that the Lord always accompanied these 3 people, or the Lord took these 3 people with him while he was doing the major ministries. അതിന് കാരണം ആത്മാവിൽ ഇവർ 3 പേരായിരുന്നു പിടിക്കപ്പെട്ടവര്. The reason is that but in the Spirit, these 3 were caught up together in the Spirit as one body. അവർക്ക് കുറവശം ഇല്ലായിരുന്നു എന്നല്ല. It does not mean that they didn't have anything, lacking in themselves. ആത്മാവിൽ അവർ പിടിക്കപ്പെട്ടവരായിരുന്നു. But they were caught in one mind in the Spirit. അതുകൊണ്ടാണ് എല്ലാരും കർത്താവിനെ വിട്ടുപോയപ്പോ ഈ 12 പേരോടും കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ? അപ്പം പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ട് എവിടെ പോകും? നിത്യത്തിന്റെ വഴികൾ നിന്റെ പക്കലേ ഉള്ളൂ. That is why when many people started deserting Jesus, the Lord turned to the 12 disciples and asked them, do you want to leave? If you want, you can also leave. But Peter told, Lord, where shall we go? Because you have the words of eternal life. ആത്മാവിൽ പിടിക്കപ്പെട്ട ഒരാള്, ഇതാണ് ദൈവം എന്നെ പണിയാൻ വെച്ചിരിക്കുന്ന സഭ എന്നുള്ളതിനെ കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടാകും. എത്ര പ്രകോപനം ഉണ്ടായാലും അവിടെ തന്നെ തുടരും. A person who is really or genuinely caught up by the Spirit, he will have a clarity in his life that this is the place where the Lord has kept me to be built together as a body, and no matter how much he's been provoked, he will continue in the church. അങ്ങനെയുള്ളവർ ദൈവവചനത്താലായിരിക്കും നയിക്കപ്പെടുന്നത്. And those people will be led by the word of God. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറില്ലേ, നമ്മെ നയിപ്പൂ ക്രിസ്തൻ വചനം തീർക്കുന്നു ഭീതി ശണ്ടയെല്ലാം. In one song we sing like this, what is being led or word of God is the thing which is leading us in our life, and that will take away all quarrel and all the dispute from us. അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ വചനത്തോടുള്ള ഒരു എതിർപ്പ് ഒരിക്കലും ഉണ്ടായിരിക്കത്തില്ല. And for such group of people, they will never be against the word of God. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും, മനസ്സിലായാലും മനസ്സിലായില്ലേലും, ദൈവവചനത്തിന്റെ ഒരു കൽപ്പന കേൾക്കുമ്പം തങ്ങളെ തന്നെ അതിന് പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തി കൊടുക്കും. Whether they like it or whether they don't like it, or whether they understand or whether they not understand, when they hear a word of God, they will completely surrender themselves in front of the word. അങ്ങനെയുള്ളവരെയാണ് ഒരു ശരീരമായിട്ട് കർത്താവ് പണിയുന്നത്. And these kind of people is being built together as one body by the Lord. പലപ്പോഴും നമ്മൾ പുറമേയുള്ള എണ്ണത്തെ ആയിരിക്കും നോക്കുന്നത്.
Many times we see only the number of people who come together externally or physically. ഇന്നത്തെ സമൂഹത്തില് ഒത്തിരി അംഗങ്ങളുള്ള സഭയാണ് ഏറ്റവും നല്ല സഭ എന്ന് പറയാറുണ്ട്. In the society in which we live, people say that if there are a lot of people coming to the church, that is a good church. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ ഈ ആളുകളുടെ പെരുപ്പത്തെ അല്ല നോക്കുന്നത്, അല്ലെങ്കിൽ എണ്ണത്തെ അല്ല, ഗുണത്തെയാ നോക്കുന്നത്. But when the Lord looks, the Lord is not impressed by the huge number of people or the quantity of people, but the Lord is interested in the quality of these people. ഈ ആത്മാവിൽ പിടിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവര് ദൈവവചനത്തിന് എപ്പോഴും വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കും. So those people who are being led by the Spirit, one specialty is that they will continuously surrender themselves to the word of God. അത് വിശകലനം ചെയ്യത്തില്ല, അത് തലനാര് ഇഴകീറി പരിശോധിക്കാൻ പോകത്തില്ല. വചനം എന്തു പറയുന്നോ അതിന് തങ്ങളെ തന്നെ അങ്ങ് വിധേയപ്പെടുത്തും. They will not cross-examine, or they will not keep and investigate and go to the root or deep and try to criticize. No, nothing. They will only surrender themselves to the word of God. നമുക്കറിയാം, വളരുന്നൊരു സഭ എന്ന് പറഞ്ഞാല് ആ ഒരു കോറിലേക്ക് കൂടുതൽ പേരെ കൂടിച്ചേരുന്ന ഒരു പ്രക്രിയ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. So when we say a church is really growing, that means many members will be added to the central core who are already been gripped by these things or caught up by the Spirit. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് നമ്മൾ മടുത്തു പോകരുതെന്ന് പറയുന്നത്. That is why it is being told to us that do not get weary or tired. പലപ്പോഴും നമ്മൾ ഈ ഓട്ടത്തിൽ മടുത്തു പോകുമ്പോൾ നമ്മൾ ഈ ഒരു പണിയപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. Many times, when we get weary and tired as we continue in the church for a long time, if we get tired or weary, there is the possibility that we move out or leave from the church. എബ്രായർ 12:4 മുതലുള്ള വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. Hebrews chapter 12 verse 4, we read like this. നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ ഇതുവരെയും പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നിട്ടില്ല. You have not yet resisted to the point of shedding blood in your striving against sin. അടുത്ത വാക്യത്തിൽ പറയുന്നു, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു പോകും. But the very next verse, it says like this, and my son, do not regard lightly the discipline of the Lord, nor faint when you are reproved by him. For those whom the Lord loves, he disciplines, and he scourges every son whom he receives. നമുക്കറിയാം, ബാലന്മാരെ കുറിച്ച് ഇങ്ങനൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. സദൃശവാക്യത്തിൽ, ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അവനിൽ നിന്ന് അതിനെ അകറ്റിക്കളയും. We read in relation to a small child in the book of Proverbs that foolishness is bound up in the heart of a child, and the rod of discipline will take it away. ഈ ഇന്നർ കോറിലുള്ളവർക്ക്, ഈ സത്യത്താൽ പിടിക്കപ്പെട്ടവർക്ക് ഈ അടിയും ശാസനയൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. And to those people who are in this inner core, who are caught up by the Spirit, when rebuke or discipline comes, they gladly receive it. നമ്മൾ അതിന് പുറത്താണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഭാരമുളവാക്കുന്ന കാര്യങ്ങളായിരിക്കും, നമ്മൾ ഈ സത്യത്താൽ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ. If we are not caught up by this truth or not caught up by the Spirit, and we are away from that central core of the church, then this discipline and reproof all will be a great burden to us. റോമർ 12 പറഞ്ഞ നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്തോറും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. റോമർ 12:2 As it says in Romans chapter 12 verse 2, that when our mind is keep on renewing, our way of taking things or receiving things, that also changes. ഈ മനസ്സ് പുതുക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം വടിയ ശാസനയൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. And for a person who is being continuously renewed by the Spirit,
this person, he's so joyful when he receives reproof or discipline or rod. സദൃശവാക്യം 23 നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, Proverbs chapter 23 verse 23, we read like this. അതിന്റെ 23 വാക്യം, നീ സത്യം വിൽക്കുകയല്ല, വാങ്ങി എത്ര വേണ്ടത്, ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. Proverbs 23 verse 23, buy truth and do not sell it. Get wisdom and instruction and understanding. എന്ന് പറഞ്ഞ ഇവിടെ വാങ്ങാനാ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ it says that we need to buy this thing. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. And the word of God says that reproof and rod, it gives wisdom to us. അത് വിലയ്ക്ക് വാങ്ങുന്നത് എങ്ങനെ? How can we give a price and buy this? വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു എന്ന് പറഞ്ഞ് നമ്മളത് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളാ. ഈ അടി ചോദിച്ചു വാങ്ങിയാണ് നമ്മൾ ജ്ഞാനിയായി തീരുന്നത്. And this rod and discipline, it says that by this we get wisdom and we need to ask and get it. പക്ഷെ നമ്മള് ഈ സത്യത്താൽ പിടിക്കപ്പെട്ടവർക്ക് അത് സന്തോഷകരമാണെങ്കിലും പിടിക്കപ്പെടാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര സന്തോഷകരമായ ഒരു കാര്യമല്ല. To those people who are being caught up by the Spirit, in the mind of the Spirit, for them these things are joyful, but it is not joyful to those people who are not caught up in the same mind of the Spirit. 41 സങ്കീർത്തനത്തിൽ 5 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Psalms 41 verse 5, we read like this. നീതിമാനെ അടിക്കുന്ന ദയ, അവനെ ശാസിക്കുന്ന തലയ്ക്കെണ്ണ. 140 ആണോ? 141:5. Psalms 141 verse 5. Let the righteous smite me in kindness and reprove me. It is oil upon my head. അപ്പം നമ്മുടെ മനസ്സ് പുതുക്കത്തോറും നമ്മൾ ഈ ശാസനയും അടിയൊക്കെ ചെന്ന് ചോദിച്ചു വാങ്ങും. And as we are being renewed continuously by the Spirit in our mind, we will go ask and buy, reproof and discipline and the rod. കാരണം അതെനിക്ക് ജ്ഞാനം ലഭിക്കുന്നതിന് കാരണമായി തീരും. Because it is a source of receiving wisdom. സദൃശവാക്യം 9:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Proverbs chapter 9 verse 10, we read like this. 9:8, പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്, ജ്ഞാനിയെ ശാസിക്കാവൻ നിന്നെ സ്നേഹിക്കും. Proverbs chapter 9 verse 8, do not reprove a scoffer or he will hate you. Reprove a wise man and he will love you. യഥാർത്ഥത്തിൽ സത്യത്താൽ പിടിക്കപ്പെട്ടവരെ ശാസന ചോദിച്ചു വാങ്ങിക്കൊണ്ടേയിരിക്കും. And those people who are being really caught up by the truth, they will go ask and get reproof or discipline. ഈ ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നവരെ ഈ ഒരു മനോഭാവമുള്ളവരായിരിക്കും. And those people who are being built together as a body will have this attitude in them. നമുക്കിന്ന് ഒന്നിച്ചായിരിക്കുമ്പോൾ സഹോദരന്മാരെ, നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. Beloved brothers and sisters, as we are gathered together, let us evaluate our own life. നമ്മുടെ ആന്തരിക മനോഭാവം എങ്ങനെയിരിക്കുന്നു? What is our inner attitude? നമുക്ക് ജ്ഞാനിയായി തീരാനുള്ള ആഗ്രഹമുണ്ടോ? Do we have a desire to become a wise man or woman? ഈ ജ്ഞാനമാണ് നമ്മളെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. And it is from sin into real freedom. നമ്മള് 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 2 Peter chapter 2 അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. verse 20. കർത്താവിന്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ
2 പത്രോസ് 2:20. For if after they have escaped the defilements of the world, 2 പത്രോസ് 2:20 അല്ലേ ബ്രദർ? 2 പത്രോസ് 2:20. For if after they have escaped the defilement of the world by the knowledge of the Lord and Savior Jesus Christ. അപ്പം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അല്ലെ ജ്ഞാനം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. So the knowledge or wisdom of the Lord and Savior Jesus Christ will give an escape from the defilement of the world. യോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. The world means we know the lust of the flesh, the lust of the eyes, and the pride of life. 2:16. 1 John chapter 2 verse 16. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്ന് എത്രയാകുന്നു. For all that is in the world, the lust of the flesh and the lust of the eyes and the boastful pride of life is not from the Father, it is from the world. നമ്മുടെ 2 പത്രോസ് 2:20 വായിച്ചത് ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ. In 2 Peter chapter 2, we read about people who have escaped from the defilements of the world. നമ്മൾ ഏതളവില് ഈ ലോകത്തിന്റെ മാലിന്യത്തിൽ നിന്ന് സ്വതന്ത്രരാകുന്നു, ആ അളവിലാണ് ഒരു ബോഡിയായിട്ട് നമ്മൾ പണിയപ്പെടുന്നത്. So to what extent are we having freedom from the defilements of the world? To that extent we'll be built together as the body of Christ. തലയുമായുള്ള സജീവ ബന്ധമാണ് ഒരു ശരീരമായിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഘടകം. The thing which helps us to remain as a body is a living relationship which we will have with the head. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം Colossians chapter 2 18-ാമത്തെ വാക്യം, verse 18. 18-19 വാക്യങ്ങളാണ്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുകയും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധേറ്റിക്കരുത്. തലയായവനും നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. Colossians chapter 2 verse 18 and 19. Let no one keep defrauding you of your prize by delighting in self-abasement and the worship of the angels, taking his stand on visions he had seen, inflated without cause by his fleshly mind, and not holding fast to the head, from whom the entire body, being supplied and held together by the joint and ligament, grows with the growth which is from God. തലയുമായുള്ള ബന്ധം വർദ്ധിക്കും തോറും നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഒരു അവയവത്തിന് ശരീരത്തിൽ സ്ട്രോക്ക് വന്ന് തലയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനൊരു ഫീലിംഗും ഉണ്ടാവത്തില്ല, വേദന അറിയത്തില്ല, അങ്ങനെ ഒന്നും അറിയാൻ പറ്റത്തില്ല. So we know, if one part of our body, it gets stroke and has lost the connection with the head, then that part of the body will have no feelings or no pain. It will not have any sensation. എന്ന് പറഞ്ഞ പോലെ നമുക്ക് തലയുമായുള്ള ഒരു സജീവ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ശരീരത്തിന്റെ ഒരു ആത്മാവിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. So in the same way, if only we have a living relationship with the head, can we have a living relationship with one another? ഇങ്ങനെ ഒരു ലോക്കൽ ചർച്ചിലുള്ള എല്ലാവർക്കും തലയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതൊരു ശരീരമായിട്ട് പണിയപ്പെട്ടുകൊണ്ടേയിരിക്കും. If all the members of the local church have direct living relationship with the head, then those people will be built together as a local body or the body of Christ. ഒരാൾക്ക് തലയുമായിട്ട് സജീവ ബന്ധമില്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ഫീലിംഗ് ഒരിക്കലും ഉണ്ടാവത്തില്ല. If a person is not having a living relationship with the head, it will not have a feeling as a part or he being a part of a body. അതുപോലെ 12 നമ്മൾ വായിച്ചതുപോലെ തലയുമായിട്ട് 12:27 ആ തലയുമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ
ഒരു കഷ്ടം വരുമ്പം, മറ്റുള്ളവർക്ക് കഷ്ടം വരുമ്പം തനിക്കും ആ കഷ്ടം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ, മറ്റൊരാൾക്ക് സന്തോഷം വരുമ്പം ആ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. Just as we read in 1 Corinthians chapter 12 verse 26. Yeah, 1 Corinthians chapter 12 verse 26. Only if that person is having a living relationship with the head can it experience, as we read here, when one member suffer, all the members suffer, and one member is honored, all can rejoice with it. പ്രിയ സൗരസൗരന്മാരെ, കുഞ്ഞുങ്ങളെ, ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു. നമ്മളൊരു പ്രാകൃതന്റെ ജഡികന്റെ ആ തലത്തിൽ നിന്ന് ഒരു ആത്മീയ തലത്തിലേക്ക് വളരുന്നുണ്ടോ എന്നുള്ളതനുസരിച്ചാണ് ഈ ശരീരത്തിന്റെ പണിയിൽ നമ്മൾ പങ്കാളികളായിത്തീരുന്നത്. Beloved brothers and sisters, so how is our state in relation to the building of the body of Christ? Have we crossed this level from the fleshly and natural man's way of living, and have we become a spiritual man? To that extent of we becoming a spiritual man, only will we be built up together as a body of Christ. പരിശുദ്ധാത്മാവിന്റെ നിറവാണ് ഈ തലങ്ങളിലേക്കെല്ലാം നമ്മളെ നയിക്കുന്ന കാര്യം. And it is the fullness of the Holy Spirit which will lead us into all these stages of life. ആത്മാവിന്റെ നിറവില്ലെങ്കിൽ, നമുക്കറിയാം, ഇങ്ങനെ നമ്മളൊരു ഭാഗത്ത് വായിക്കുന്നുണ്ടല്ലോ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. You know, just like we read, like a body in there is no spirit is like a dead body. Same like that, we have, if we do any work without love, it is a dead faith. ആദാമിനെ ദൈവം മണ്ണുകൊണ്ട് രൂപാന്തരപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യന്റെ എല്ലാ തലങ്ങളും അവന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അവന്റെ മൂക്കിൽ ജീവന്റെ ശ്വാസം ഊതിയപ്പോഴും അവൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. So after God making Adam out of the clay, we could see all the features of a human body in that clay, but he became a living soul only after God breathing into him. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോഴാണ് ഈ തലങ്ങളിലേക്കെല്ലാം നമ്മളെ നയിക്കാൻ തുടങ്ങുന്നത്. In the same way, only when the Holy Spirit come upon us, then only we will be led into all these stages of life. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്ന് ഇതൊക്കെ കാണാൻ നമ്മളെ സഹായിക്കുന്നത്. And the work which the Holy Spirit does in us is to open the inner eye of our heart and to see spiritual things. എഫെസ്യർ 1:17-18 വാക്യങ്ങളാണത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതെല്ലാം കേട്ട് പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ആത്മാവിന്റെ നിറവിന് മാത്രമേ ഈ ജീവനിലേക്കും സത്യത്തിലേക്കും നമ്മളെ നയിക്കാൻ കഴിയത്തുള്ളൂ. So in the same way, considering us, we are hearing and seeing and understanding and knowing all these things. It is just like seeing all the members in that body, but only the anointing or the fullness of the Holy Spirit can bring life into us. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിലായിട്ട് ഇതിനു വേണ്ടി ദാഹമുള്ളവരായിരിക്കാം. So let us be people who are having thirst in these days for having this. യോഹന്നാൻ 6:37 നമ്മൾ വായിക്കുന്ന കർത്താവ് വിളിച്ചു പറഞ്ഞ ഒരു കാര്യം, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. John chapter 7, John chapter 7, verse 36 and 37. Yeah. Now on the last day, the great day of the feast, Jesus stood and cried out, saying, "If anyone is thirsty, let him come to me and drink. He who believes in me, as the scripture said, from his innermost being will flow rivers of living water." നമുക്ക് എത്ര ദാഹം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം. We need to see whether, what kind of thirst or what is the depth of thirst that we have. സങ്കീർത്തനം 87:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Psalms 87 verse 9, we read like this. 89. So sorry, Psalms 89. Sorry, 87.
So 87, 87:9. 87:9. 87 verse 9. സോറി ബ്രദർ, Hello, Hari. തെറ്റിപ്പോയി. Hello. 87 അല്ല, 107. 107:9. Psalms 107 verse 9. അവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. For he has satisfied the thirsty soul, and the hungry soul he has filled with what is good. നമ്മുടെ ഉള്ളില് ജീവനായിട്ടുള്ള ഒരു ആർത്തിയുണ്ടോ? അല്ലെങ്കിൽ ഈ നിലയിലുള്ള ഒരു ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തിയുണ്ടോ? ആർത്തി ഉണ്ടെങ്കിൽ ദൈവം നിറയ്ക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ ആർത്തിയുള്ളവനെ really- തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. Do we have a thirst like this for receiving this life, life of the Holy Spirit? So it says in here, he has satisfied the thirsty soul, and the hungry soul he has filled with what is good. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു വിശപ്പും ദാഹവും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കർത്താവിന്റെ അടുക്ക് ചെന്നിട്ട് പറയാം, കർത്താവെ എനിക്ക് അങ്ങനത്തെ ഒരു വിശപ്പും ദാഹവും ഒന്നും ഇല്ല, നീ എനിക്ക് വിശപ്പും ദാഹവും തരണം. So what we can do is that even though we are not having thirst or hunger like this, we can go to the Lord and tell him that, Lord, I do not have hunger and thirst. Give me this hunger and thirst for this life. അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. So we need not be discouraged, കാരണം നിരാശപ്പെടാൻ ദൈവത്തിന്റെ വചനത്തിൽ ഒരിടത്തും നമ്മളോട് പറയുന്നില്ല. because we never see in the word of God that we should be discouraged. It's never seen. എപ്പോഴും ദൈവത്തിന്റെ പക്കൽ നമുക്ക് പ്രത്യാശയ്ക്കേ വകയുള്ളൂ. Always we have scope for hope in the word of God. നമ്മുടെ അവസ്ഥ എത്ര മോശമാണെങ്കിലും ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുമ്പം നമുക്ക് എപ്പോഴും ഒരു പ്രത്യാശയുണ്ട്. No matter how bad our situation is, we always have hope when we go to God. നമ്മുടെ നസറത്തിലെ തച്ചന്റെ അടുത്ത് എത്ര മോശം ഒരു തടിക്കഷ്ണം കൊടുത്താലും അവൻ അതുകൊണ്ട് ഭംഗിയുള്ള ഒരു ശില്പം ഉണ്ടാക്കും. No matter you give any type of bad furniture to the carpenter in Nazareth, he will bring out a beautiful furniture from it. നമ്മൾ എത്ര മോശം അവസ്ഥയിലാണേലും നമ്മൾ കർത്താവിന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ കർത്താവ് നമ്മളെ വളരെ മനോഹരമായിട്ട് രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. നിരാശയ്ക്ക് വകയില്ല. നമുക്ക് നിരന്തരമായിട്ട് കർത്താവിനോട് നിലവിളിച്ചുകൊണ്ടിരിക്കാം. കർത്താവ് ആ കുരുടൻ നിലവിളിച്ചുകൊണ്ടിരുന്നപ്പം നിർത്തി അവനെ വിളിച്ചത്, താൻ നിന്നിട്ട് അവനെ വിളിച്ചതുപോലെ നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ കർത്താവ് തിരിഞ്ഞു നിന്ന് നമ്മുടെ സമീപത്ത് വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. നമുക്ക് ആ ഒരു ആത്മാവിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. അതിനാണ് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. No matter how a bad condition we are in, we can go to the Lord, and the Lord will do a wonderful work in us and transform us into a beautiful person. Just like that person, we need to keep on crying out to the Lord. Just like a blind person, he kept on crying out to the Lord, and the Lord stopped, turned back, and came to him and met his need. In the same way, we can also cry out to the Lord. The Lord will stop by, come near us, meet our need, and let us have this prayer in us. Amen.